സെലിബ്രിറ്റികളുടെയൊക്കെ വലിയ പിന്തുണയാണ് CJPയുടെ പ്രതിഷേധത്തിന് ലഭിക്കുന്നത്. പലരും ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ്. പ്രമുഖരായിട്ടുള്ള പലരും. കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാലൊക്കെ രാഷ്ട്രീയം പോലും അറിയാത്ത ആ കുട്ടി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി എന്ന് പറഞ്ഞിട്ട് സൈബർ ഇടങ്ങളിൽ കുറേ പേര് വിമർശിക്കുന്നുണ്ട്. എന്തറിഞ്ഞിട്ടാണ് വിസ്മയ മോഹൻലാൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ കളികൾ ആ കുട്ടിക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടെ സിനിമാക്കാരുടെ ഈ ഒരു സെലക്റ്റീവായിട്ടുള്ള പ്രതികരണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷ് പണ്ഡിറ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിനോടകം വൈറലായിരിക്കുകയാണ്. അതിൽ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് വാക്കുകളൊന്ന് വായിക്കാം. 1000 ആളുകൾ പോലും ഇല്ലാത്ത ഒരു സിനിമാ സംഘടനയുടെ ഉശുമ്പ്, അടിപിടി, കടിപിടി, പാരവെപ്പ്, ഈഗോ പോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും ഒരു മേശയുടെ ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ പറ്റാത്ത ചില സിനിമാക്കാർ ആണ് ഇന്ത്യയിലെ നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നും പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഇവിടെ ഉഷിരുള്ള ആൺകുട്ടികളുണ്ട്. അതുകൊണ്ട് സിനിമാക്കാർ മിണ്ടാതിരിക്കൂ, നിങ്ങളുടെ പ്രശ്നം, ചെറിയ ചെറിയ പ്രശ്നം ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കൂ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണത്. ഇതിപ്പം പല സെലിബ്രിറ്റികളും ഇത് പറയുന്നതിൻ്റെ അകത്ത് ഗൂഢമായിട്ടുള്ള അവരുടേതായ പല ലക്ഷ്യങ്ങളുണ്ട്. ആത്മാർത്ഥമൊന്നുമല്ല പല ആൾക്കാരുടെയും അഭിപ്രായം നിലപാടും. ഇവിടെ ഗൗതമേ, സന്തോഷ് പണ്ഡിറ്റ് പലപ്പോഴും സിനിമാക്കാർക്കിടയിൽ തന്നെ വളരെ വിമർശനാത്മകമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് സ്വന്തം നിലപാടുകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ്. അദ്ദേഹത്തിലെ സിനിമാക്കാരനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ എഴുത്തുകാരനെയോ പാട്ടുകാരനെയോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി എടുത്ത് വിമർശിക്കാം. പക്ഷേ അപ്പോഴും പൊതു സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സ് എപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ ആ സമരപ്പന്തലിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമരപ്പന്തലിൽ എത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും പണം സ്വീകരിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണച്ചെലവുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പണം മേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ അമ്മമാരൊക്കെ പറഞ്ഞു, ഞങ്ങളെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വാങ്ങിക്കും സാർ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് തുക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ തുകയൊന്നുമില്ല, ഒരു 50,000 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് എനിക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ വലിയൊരു സ്റ്റാർ പൊസിഷനിലുള്ളൊരു സിനിമ നടന്നല്ല, അല്ലെങ്കിൽ സാധാരണ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ അത്രയുള്ള വലിയ സിനിമയോ പ്രതിഫലമോ എനിക്കില്ല. അപ്പോൾ ചെറിയ ചെറിയ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ച ഒരു തുകയാണത്. അത് നിങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം തരുന്നു. ഇത് ആദ്യത്തെ ഒരു നടപടിയാണ്. ഇനിയും എനിക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സമരത്തിന് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പണം അവർക്ക് കൊടുത്തു. ഇത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി. എനിക്ക് ഇപ്പം നിങ്ങളിൽ പലരുടെയും പ്രായമുള്ളൊരു അമ്മ എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നീ അവിടെ സമരപ്പന്തലിൽ ചെന്നിട്ട് അവരോട് സമാധാന വാക്കുകൾ പറയാൻ വേണ്ടിയാണോ പോകുന്നത്? അവരെ ഏതെങ്കിലും തരത്തിൽ നിനക്ക് സഹായിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് അമ്മ പറഞ്ഞു എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് സാമ്പത്തികമായി അദ്ദേഹത്തിന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സഹായിക്കാൻ തക്ക രീതിയിലുള്ള സാമ്പത്തികം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെയും 5-8 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സമരപ്പന്തലിലേക്ക് സന്തോഷ് പണ്ഡിറ്റ് വരുന്നതും അദ്ദേഹത്തിന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം തുക അദ്ദേഹം അവർക്ക് കൊടുത്തത്. സന്തോഷ് പണ്ഡിറ്റ് ആശാവർക്കർമാർക്ക് പണം കൊടുത്ത് സഹായിച്ചു എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന, അതായത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലാണ് ഈ സമരം നടന്നത്. ആ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റ് വഴിയാണ് പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. ഒരു തവണ പോലും അദ്ദേഹം അവിടെ എത്തി നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഘോരഘോരം പ്രസംഗങ്ങൾ ഇറക്കിയ, അല്ലെങ്കിൽ FB പോസ്റ്റുകൾ ഇറക്കിയ പല സെലിബ്രിറ്റീസും പലരും അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഈ പെരുമഴയത്തും പൊരുവെയിലത്തും സമരം ചെയ്ത ഈ ആശാവർക്കർമാരെയൊന്നും ഇവരാരും കണ്ടില്ല. സമരപ്പന്തലിൽ സന്തോഷ് പണ്ഡിറ്റ് നേരിട്ട് ചെല്ലുകയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല ചാനലുകളിലും അദ്ദേഹത്തെ ഒരു കോമാളി എന്ന കണക്കിന് അദ്ദേഹത്തെ വിമർശിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെ ഇത്ര കണ്ട് അധിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഒരു ആത്മരോഷം നമ്മൾ കൊണ്ടിട്ടുണ്ട്. ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യങ്ങൾ വളരെ അന്വർത്ഥം തന്നെയാണ്. അപ്പോൾ ഗൗതം വായിച്ചതിൽ കൂടുതലായി ആ പോസ്റ്റിൽ മറ്റു പല കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് പല ആളുകളും ഈ
ദേശീയ അവാർഡ് കിട്ടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനോടുള്ള തങ്ങളൊരു രോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ അങ്ങനെ പറയുന്നു. മറ്റ് ചിലരാവട്ടെ തങ്ങളുടെ വരാനിരിക്കുന്ന സിനിമയുടെ ഒരു ഫ്രീ പ്രൊമോഷൻ എന്ന രീതിയിൽ ഇതിലിടപെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് എന്തു തന്നെയായാലും അപകടകരം തന്നെയാണ്. ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയണം, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാണ്. ഫ്രീ സ്പീച്ചിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിന് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് അനുമതി നൽകുന്നുണ്ട്. തീർച്ചയായും അത് പറയണം. അപ്പോൾ സെലിബ്രിറ്റീസ് ആണ് എന്ന് കണക്കാക്കിക്കൊണ്ട് മറ്റവരെന്ത് വിചാരിക്കും എന്ന് കണക്കാക്കി അഭിപ്രായം പറയാതിരിക്കാൻ പാടില്ല. പക്ഷെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന സാധാരണ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടേതായിട്ടുള്ള ഒരു പിടി പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാതെ നമ്മുടെ തന്നെ രാജ്യത്തുള്ള മറ്റ് വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ചെറിയ ഈ കാശ്മീരി പണ്ഡിറ്റുകൾ പോലുള്ള ആളുകൾ കൊല്ലപ്പെടുമ്പോൾ കാശ്മീരിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകൾ അങ്ങ് ലെബനനിൽ പലസ്തീനിലൊക്കെ കുട്ടികളും സ്ത്രീകളൊക്കെ മരിക്കുമ്പോൾ വിലപിക്കുന്നതിൽ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. എവിടെയായാലും കുട്ടികളും സ്ത്രീകളും അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ പൊലിയുന്നത് സങ്കടകരം തന്നെയാണ്. എവിടെയും നമ്മൾ ഒരുപോലെ തന്നെ പ്രതികരിക്കണം. അത് ചില പ്രത്യേക മേഖലയിലുള്ള ചില പ്രത്യേക വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വിഷമം വരുമ്പോൾ മാത്രം നമ്മൾ പ്രതികരിക്കും, FB കുറിപ്പിടും, അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പ്രതികരിക്കും എന്നുള്ള നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റും പങ്കുവച്ചിരിക്കുന്നത്. പെഹൽഗാമിൽ കൂട്ടക്കുരുതി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എത്ര സെലിബ്രിറ്റീസ് പ്രതികരിച്ചു എന്ന് ആണ് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ നീറ്റ് ക്രമക്കേട് പരീക്ഷയിൽ ഉണ്ടായതുപോലെ നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്തരം ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല. മിക്കവാറും ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രതികരിച്ച ആളുകൾ എല്ലാവരും അഭ്യസ്തവിദ്യരാണ്, അവരെല്ലാവരും എഡ്യൂക്കേറ്റഡ് തന്നെയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും അതിന്റെ പാളിച്ചകളും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർ. അവിടെയാണ് നമ്മുടെ മൺമറഞ്ഞ ശ്രീനിവാസൻ്റേത് പോലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത്. ചെറുതും വലുതുമായ തനിക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾക്ക് ബീജം അദ്ദേഹം കണ്ടെത്തുന്നതും അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ഇങ്ങനെ ശയ്യാവലംബി ആവുന്നത് വരെ അദ്ദേഹം പല പരിസ്ഥിതി സംഘടനകളുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിനും ഈ അന്തരീക്ഷത്തിനും ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും എല്ലാം ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ആളുകൾ ജനം അവരെ കാണുന്നത് ആ ഒരു തലത്തിലാണ്. അവരെന്തും വിളിച്ചു പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട ബാധ്യത നമ്മുടെ സാംസ്കാരിക ഉന്നമനമുള്ള ഒരു ജനത്തിനും അത്തരത്തിലൊരു ബാധ്യതയില്ല. നല്ല കാര്യങ്ങൾ, ന്യായയുക്തമായ നീതിയുക്തമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും കേട്ടിരിക്കും. അത് മമ്മൂട്ടി പറഞ്ഞാലും മോഹൻലാൽ പറഞ്ഞാലും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാലും നമ്മളത് കേട്ടിരിക്കും. അല്ലാത്തത്, സ്വീകരിക്കാൻ പറ്റാത്തത്, നീതിയുക്തമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും അംഗീകരിക്കാനും സാധിക്കില്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിൽ മാത്രമേ അതിനെ മാനിക്കാൻ കഴിയൂ.